ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് മഴയ്ക്ക് നല്ല ചോർച്ചയുണ്ട് കേട്ടോ. മുറ്റത്താണ്, മഴയില്ല, ഒരു ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്നല്ലേ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും കോഴിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോനെ അങ്ങനത്തെ വീഡിയോസൊക്കെ വരുള്ളൂ. അന്നേരം കോഴിക്ക് ഇപ്പോൾ തീറ്റ ചിലവ് എന്ന് പറഞ്ഞാൽ കോഴീൻ്റെ ചിലവ് എല്ലാവർക്കും അറിയാം, നല്ല ചിലവാണ്. ഒരു ചാക്ക് എന്താ പറയുക സ്റ്റാർട്ടർ വാങ്ങണമെന്നെങ്കിൽ തന്നെ 2000 മേലെ പോവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തീറ്റൻ്റെ ചിലവ് കുറച്ച് കുറയ്ക്കണം. അപ്പോൾ തീറ്റ ചിലവ് ഞാൻ ഇവിടെ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഇന്നലെ വീഡിയോ ഇട്ടീനും നാടൻ കോഴിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ അവിടെ ഉണ്ട്, കാണുന്നുണ്ടോ? ഓടണ്ട ഓടണ്ട. കുറേ കോഴികൾ നമ്മൾ കുറച്ച് കോഴികളൊക്കെ കൊടുത്തു കിട്ടോതാ. നല്ല തനി നാടൻ കോഴിക്കുട്ടികളാണ്. ഒരു മാസം പ്രായം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞാൽ കേട്ടത്. കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇതേപോലെ ബില്ലുണ്ട്, കണ്ടോ? കാണുന്നുണ്ടായിരിക്കും. ക്യാമറ തിരിച്ചാണ് പിടിച്ചത്, അതുകൊണ്ട് തന്നെ. അപ്പം ഈ എന്താണല്ലേ ടിപ്പ് എന്താണെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുന്നതല്ലേ, പറഞ്ഞുതരാം. അപ്പം അതിന് ആദ്യം ആവശ്യമുള്ളത് ഒരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബക്കറ്റ് ഞാൻ നേരത്തെ അവിടെ കൊണ്ട വെച്ചോണ്ട് ബക്കറ്റ് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു ബക്കറ്റ് വേണം. പിന്നെ പോകുമ്പോൾ കൂട്ടിന് ഇങ്ങനെ ഒരെണ്ണത്തിന് കൈ പിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനതിനെ കൈ പിടിക്കാൻ പോവുകയാണ്. എന്താ പൂച്ചേ? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. അപ്പോൾ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു സോഡക്കുപ്പീനെടുത്ത് കൈ പിടിക്കാൻ പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൊരി മഴ ഇല്ലാത്തതുകൊണ്ട് കൂടെ കൂട്ടാട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ല, ഞാൻ ബക്കറ്റ് ഞാനവിടെ കൊണ്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ പോണ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. താത്തേ, ഇന്നലെ ബക്കറ്റ് വെച്ചിട്ട് ഇല്ലായിനും. ബക്കറ്റ് ഇവിടെ തന്നെ എടുത്തേച്ച് പോയി. ഇന്നലെ ഇല്ലായിന്ന് തോന്നുന്നു. ഉണ്ടായിനോ? ആണോ? മൂപ്പര് ഞാൻ ഓരോ പറഞ്ഞേച്ചു. അപ്പൊ ഇന്ന പറഞ്ഞില്ലാന്ന്. മായ. അപ്പോൾ ഇതാ ഇങ്ങനൊരു ബക്കറ്റ് കൊണ്ട വെച്ചിട്ട് ഇങ്ങനൊരു ബക്കറ്റ് സാധനം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ബക്കറ്റുമായിട്ട് പോവുക, അതുപോലെ കൊണ്ടുവരികയെന്ന്. ഇത് സംഭവം നമ്മളവിടെ ഒരു ദർസുണ്ട്. അപ്പോൾ ആ ദർസിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി, അവിടെ ഫുഡ് ബാക്കിയാണെന്ന് നമ്മൾ പോയി എടുക്കുന്ന കേട്ടോ. പോരി ഇപ്പം തന്നെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക, ബാക്കി ഇങ്ങനെ അത് മൂടി വെക്കുക. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ ഇവർക്ക് തീറ്റ നമുക്ക് ചുരുക്കട്ടോ. ഇങ്ങനെ കിട്ടുമ്പോൾ, ഇങ്ങനെ അടുത്തൊക്കെ എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഇങ്ങനെ പോയി എടുക്കുന്നത് നല്ലതായിരിക്കും. പോയി എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആരും വലിയ കുറച്ചിലൊന്നും വിചാരിക്കണ്ട, നമുക്ക് അത്രയും ചിലവ് കുറയാം. അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ. അപ്പം കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ
തീറ്റ ചിലവ് ചുരുക്കാനുള്ള ട്രിക്ക് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ബക്കറ്റ് ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ ഇതേപോലെ ഹോസ്റ്റലും കാര്യങ്ങളോ ഇവിടെ എനിക്കിപ്പോൾ ഇവിടെ അടുത്താണ്. പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം. പിന്നെ നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ പോയിട്ട് എടുത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പിന്നെ അവർക്ക് നമ്മളതിൻ്റെ പുറമെ പുണ്ണാക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ സ്റ്റോക്ക് ഇതുണ്ട്. അപ്പോൾ തീറ്റ ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് തീറ്റയും കൊടുക്കും, സ്റ്റാർട്ടർ അങ്ങനത്തെ കൊടുക്കും. എന്നാലും ഇതുണ്ടെങ്കിൽ വില നമ്മളെ പുറകെ നടക്കുന്ന കുറേ ശല്യം ഒഴിവായി കിട്ടും. ഏറ്റവും നമ്മളെ വില എടുങ്ങാറാക്കും പുറകെ നടന്നുങ്ങാൻ. വേണ്ടടാ അല്ല ഞാൻ അങ്ങോട്ട് പോയിക്കോ. അല്ല പൊന്നെ വാങ്ങൂലോ, കാക്ക വാങ്ങൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ ഇത്രയേ ഉള്ളൂ. കാരണം ഇതേപോലെയാണ് ഞാൻ എൻ്റെ വിലക്കുള്ള ഫുഡൊക്കെ തീറ്റ കുറയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും എല്ലാവർക്കും ടാറ്റ. മഴ ഞാറൽ തുടങ്ങിക്കിട്ടോ. ഓക്കെ, ബൈ.